എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. സോ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള റാങ്ക്, അതായത് ഒരു താൽക്കാലിക റാങ്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. സോ എന്താണ്, ഇനി ഫൈനൽ വരുമ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് കിട്ടിയ റാങ്ക് എന്ത് ചെയ്യാം, കൂടാം, കുറയാം, അല്ലെങ്കിൽ എന്താണ് സെയിം ആ റാങ്ക് തന്നെ എന്ത് ചെയ്യും കിട്ടാൻ ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നോക്കണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. എന്നിട്ട് ടോപ്പിൽ എന്ത് ചെയ്യുക, 3 ലൈൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ഓപ്ഷന് താഴെ എന്താണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് റാങ്ക് ലിസ്റ്റ് ഏതിൻ്റെ വേണമെന്ന് സെലക്ട് ചെയ്യുക. ഡി ഫാം പ്രത്യേക റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ എന്താണ് ഹെൽത്ത് ഇൻസ്പെക്ടറും ബാക്കി പാരാമെഡിക്കൽ കോഴ്സസും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെല്ലാം കൊടുത്തതിന് ശേഷം ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏത് കോട്ടയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് മെറിറ്റ് ആണ്, EWS ആണോ എന്ന് സെലക്ട് ചെയ്ത് ഷോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, എത്ര കാൻഡിഡേറ്റ്സിനെ ആണ് റാങ്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആ കാൻഡിഡേറ്റ്സിൻ്റെ റാങ്ക്, ആപ്ലിക്കേഷൻ നമ്പർ, പിന്നെ ഇൻഡെക്സ് മാർക്ക് എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങളങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് എടുത്ത എല്ലാവരുടെയും റാങ്കും മാർക്കും ഒക്കെ, ഇൻഡെക്സ് മാർക്കൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ ID, പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മാത്രമായിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ റാങ്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നോക്കുന്നത് കുറച്ച് പാടായിരിക്കും, കാരണം റാങ്ക് ഒരുപാട് ഉള്ളതുകൊണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ കാണാൻ സാധിക്കാതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നുന്നു. സോ ഇനി ഫൈനൽ റാങ്ക് വരും. സോ ആ റാങ്ക് ആയിരിക്കും എന്താണ് എൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീരുന്നത് വരെ ആ റാങ്ക് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ് എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനും ആ റാങ്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഒഫീഷ്യൽ സൈറ്റിലെ കോളേജസിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. LBS അപ്രൂവ് ചെയ്ത കോളേജ് ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സിൽ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് എന്ന് ഉണ്ടാവും. അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കോളേജസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് കോളേജസ് ആണ്. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന കോഴ്സ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, അതായത് DMLT എന്ന് പറയാം നമുക്ക്. അതിൻ്റെ കോളേജസ് ഏതൊക്കെയാണെന്ന് അതിലുണ്ട്. പിന്നെ ആ കോളേജസിൽ എത്ര സീറ്റ്സ് എന്നൊക്കെ അത് എഴുതിയിട്ടുണ്ട്. കോളേജസിൻ്റെ ഫോൺ നമ്പർ, അങ്ങനെ ഓരോരോ കോഴ്സിൻ്റെയും ഓരോ കോളേജസ് വരെ നിങ്ങൾക്ക് ഈ ലിസ്റ്റിലൂടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഏതൊക്കെ കോളേജസ് ആണ് ഉള്ളത്, എത്ര ഗവൺമെൻറ് സീറ്റ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ എന്താണ് എഴുതിയിട്ടുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എത്ര മാനേജ്മെൻറ്റ് സീറ്റ്സ് ആണ് ഉള്ളത്, അങ്ങനെയൊക്കെ എന്താണ് എല്ലാ കോളേജസിലും നേരെയും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെക്ക് ചെയ്യുക. ചിലതൊക്കെ ST ഓർ SC/ST ഉള്ളി എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ടാവും. സോ അവിടെ എന്താണ് അവർക്ക് മാത്രമേ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലർക്കൊക്കെ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് അവർക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുള്ളവർക്ക് മാത്രമേ അവിടെയും ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, ഗവൺമെൻറ് കോളേജസ് ഉണ്ട്. സോ രണ്ടും കൂടെ, ബോത്ത് ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ ഉള്ളതാണ്. നിങ്ങൾക്ക് ആ കോളേജസിലുള്ള ടോട്ടൽ സീറ്റ്സ് എത്രയെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ കോഴ്സസിൻ്റെയും LBSലുള്ള ഡിപ്ലോമ കോഴ്സസിൻ്റെ എല്ലാം തന്നെ എന്താണ് കോളേജസ് അവരിപ്പോൾ അപ്രൂവ് ചെയ്ത കോളേജസ് എല്ലാം ഈ ലിസ്റ്റിൽ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് സെലക്ട് ചെയ്ത്, കോളേജും കോഴ്സ് സെലക്ട് ചെയ്ത് എന്താണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം ആകുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യുക, കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും കോളേജും ഏതാണെന്ന് നോക്കി എന്ത് ചെയ്യുക, ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പോഴേ നിങ്ങൾ അങ്ങനെ ഒരു ലിസ്റ്റ് റെഡിയാക്കി വെച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ചാടിക്കുക ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതെ ഇപ്പോഴേ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊരു ലിസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ആ ഒരു ടൈം ആകുമ്പോൾ എന്ത് ചെയ്യുക, അത് ഉപകരിക്കുകയും ചെയ്യും. ലിസ്റ്റിൽ കുറേ കോളേജസ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ലിസ്റ്റിലുള്ള മൊത്തം കോളേജസും ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം ആകുമ്പോൾ വയ്ക്കാൻ പറ്റും. ബട്ട് എന്താണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജസ് മാത്രമായിരിക്കും വയ്ക്കാൻ. കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയാം. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം ആകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ ID, പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ രജിസ്റ്റർ കോളേജ് ഓപ്ഷൻസ് എന്ന് കാണാൻ പറ്റും. അതെന്താണ് രജിസ്റ്റർ കോളേജ് ഓപ്ഷൻസ് ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേറൊരു പേജിലോട്ടായിരിക്കും പോവുക. അവിടെ ലിസ്റ്റിലുള്ള അത്രയും കോളേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കോളേജസിന് നേരെ എന്താണ് ഓരോരോ ബോക്സസ് ഉണ്ട്, സ്ക്വയർ ബോക്സസ്. ആ സ്ക്വയർ ബോക്സസിൽ എന്താണ് നമ്പർ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് പോകാൻ ഏറ്റവും കൂടുതൽ താല്പര്യവും ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഉള്ള കോളേജിലായിരിക്കണം 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത് പോകാൻ ഇഷ്ടമുള്ള കോളേജിന് 2, അത് കഴിഞ്ഞ് അടുത്ത് ഇഷ്ടമുള്ളതിന് 3, അത് കഴിഞ്ഞ് അടുത്ത് ഇഷ്ടമുള്ളതിന് 4, അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. കണ്ടിന്യൂസ് നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ MLT ആണ് ഫസ്റ്റ് നോക്കുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ MLTയിൽ എന്താണ് 5 കോളേജ് കൊടുത്തു. അപ്പോൾ 1, 2, 3, 4, 5 എന്ന് ഓപ്ഷൻ ഇട്ട് പ്രയോറിറ്റി അനുസരിച്ച് 5 കോളേജ് കൊടുത്തു. അത് കഴിഞ്ഞ് വേറെ കോഴ്സ് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിലെയും 5 കോളേജ് സെലക്ട് ചെയ്ത് വയ്ക്കുക. അതിലും വീണ്ടും 1, 2, 3, 4, 5 എന്നല്ല ഇടേണ്ടത്. നേരത്തെ MLTയിൽ 1 മുതൽ 5 വരെ നമ്പർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താണ് കണ്ടിന്യൂസ് നമ്പർ, അതായത് 6 മുതൽ 7, 8, 9, 10 അങ്ങനെയാണ് നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്. സോ ഓപ്ഷൻ രജിസ്ട്രേഷനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറയുന്നതായിരിക്കും. കുറേ കാൻഡിഡേറ്റ്സ് ഒക്കെ അടുത്ത് എന്താണ് പ്രോസസ്സ് എന്നൊക്കെ അറിയാതിരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും താങ്ക് യു.